തീവ്ര ഇടതുപക്ഷ സംഘടനകൾ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ VCയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ, പാഠാന്തരം എന്നിവയെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പൊതുവേദിയായിരുന്ന പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇല്ലാതായതോടെ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ എന്ന നിലയിലാണ് വിദ്യാർത്ഥി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ABVP ഒഴികെ മുഴുവൻ സംഘടനകളും ഇതിലുണ്ട്. SFIക്കാരുണ്ടായിരുന്നു, KSU ഉണ്ട്, പിന്നെ NSU, പിന്നെ SIO, MSF, അങ്ങനെ എല്ലാവിധ സംഘടനകളെയും ഈവൻ ABVP വരെ ഞങ്ങൾ സമീപിച്ചിരുന്നു. പക്ഷേ അവർക്ക് താല്പര്യം ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സംഘടനകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നല്ല ചർച്ചകളൊക്കെ വരുന്ന ക്യാമ്പസ് ഇല്ലാതാക്കി തീർത്ത് അവരുടെ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ട അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം തന്നെയാണ് ഇതിൽ എന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്. സർവകലാശാലയിൽ പിടിമുറുക്കാൻ BJP നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഇവിടെ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാണ്. ശിലാസ്ഥാപന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷനെ മാത്രം പങ്കെടുപ്പിച്ചതിനെ കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിദ്യാർത്ഥികൾ എതിർത്തിരുന്നു. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.